ടി ഫുഡ് ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഹർ റിട്രീറ്റ് എന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതുവഴി അകത്തോട്ട് പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഊഞ്ഞാൽ, വെള്ളത്തിൽ കളിക്കാൻ എന്ന് വേണ്ട, അവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുവഴി നടന്ന് ഞങ്ങൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് പോയത് ട്രാക്ടറിനകത്താണ്. ട്രാക്ടർ ഖേത്തി, അതായത് കൃഷിസ്ഥലത്തിലെ എല്ലാം കൊണ്ടുപോയി നമ്മളെ കാണിക്കും. അവിടെ കൃഷി ചെയ്യാൻ വേണ്ടുന്ന വെള്ളം എടുക്കുന്നതും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒബ്സർവേഷൻ ടവറിലാണ് ഇപ്പോൾ കയറിയത്. അതൊരു 3-4 നിലയുണ്ട്. അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അത് എൻജോയ് ചെയ്തു. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള തെങ്ങൊക്കെയാണ്. നാട്ടിലേക്കാളും നല്ല രീതിയിൽ അതിനകത്ത് തേങ്ങ പിടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയാൻ ഡക്കുകളുണ്ടായിരുന്നു, അരയന്നം ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള കോഴികളുണ്ടായിരുന്നു. അതായത് ജിനിക്കോഴി, ഒട്ടകപ്പക്ഷി, ലവ് ബേഡ്സ്, അതൊക്കെ കാണേണ്ടുന്നത് തന്നെയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ബോട്ടിൽ വന്നു. ഞങ്ങൾ തന്നെ ചവിട്ടിയൊക്കെ പോകുന്നത് നല്ല ത്രില്ലായിരുന്നു സംഗതി. വെള്ളത്തിനകത്തും അതിഭയങ്കരമായ ചൂടാണ്. അപ്പോൾ വെള്ളത്തിനകത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഹാപ്പിയായി. അങ്ങനെ വെള്ളത്തിനകത്തൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങൾ. കണ്ട കുട്ടികളൊക്കെ, അവർക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അവർ വെള്ളത്തിനകത്ത് കളിയായി വന്ന് വീഴുന്നു. അവരൊക്കെ അതിനകത്ത് വന്ന് കളിച്ചു. പിന്നെ ഞങ്ങളും അതേമാതിരി മഴ എന്ന് പറയാനേ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ളതിനകത്തൊക്കെ ഞങ്ങളും കളിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ തന്നെ ഉണ്ടല്ലോ കൊങ്കൺ റീജിയൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ മൊത്തം മാങ്ങയാണ്, മാവ്, പലതരത്തിലുള്ള മാവുകളാണ്. കണ്ടില്ലേ, നമ്മൾ നട്ട് കഴിഞ്ഞാൽ പോലും ഇങ്ങനെ പിടിക്കുന്നില്ല. ഇവരെന്ത് ചെയ്തിട്ടാണെന്നറിയില്ല. നല്ല രീതിയിൽ നമുക്ക് മാങ്ങ പിടിച്ച് കിടക്കുന്നത് കാണാമായിരുന്നു കേട്ടോ. അതിനകത്ത് തൊടാനൊന്നും ഒരു സമ്മതിക്കില്ല, നമുക്ക് കാണാവുന്നേ ഉള്ളൂ. പിന്നെ കൂടുതലും വെള്ളത്തിൻ്റെയും ഒക്കെ ഇതായിരുന്നു. പലതരത്തിലും അവർ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിരിക്കുക കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ജാമൂൺ, എല്ലാത്തിൻ്റെയും മരങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കയറിയത് എന്താണെന്നറിയാം, ബുള്ളക്കാർട്ടിനകത്ത്, അതായത് കാളവണ്ടി. നമ്മുടെ നാട്ടിലുള്ളപ്പോൾ കാളവണ്ടി കയറിയില്ല, ഇവിടെ വന്നിട്ട് നമ്മൾ കാളവണ്ടിയിൽ കയറി. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന യാത്രയിൽ അസ്തമയവും കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ഇന്നലത്തെ ഒരു ദിനം സന്തോഷകരമായിട്ട് കടന്നുപോയി. ഈ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു. ബായ്.